വലിക്കുന്നുണ്ടല്ലോ. മീൻ തന്നെയാണോ വല്ല പാമ്പുമാണോ എന്ന് അറിയാൻ ഒരു ചൂണ്ടയിൽ മീൻ എന്തോ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് വലിച്ചു കയറ്റിട്ടുണ്ട്. ഞാൻ നമ്മുടെ മൊബൈലിൻ്റെ ഫ്ലാഷിലാണ് വീഡിയോ എടുക്കുന്നുണ്ട്. ടോർച്ച് എടുക്കാണ്ട് പോകുന്ന പണി കിട്ടി. അതെ വലിക്കുന്നുണ്ടല്ലോ. ഇതിൻ്റെ അകത്ത് എവിടെയോ വലിച്ചു കയറ്റിട്ടുണ്ട് കേട്ടോ. ആ കമ്പിൻ്റെ അകത്ത് എവിടെയോ ഇവിടെ എന്തോ ഉണ്ടോ പോയോ? ഞാനിപ്പോൾ ഇങ്ങനെ വലിച്ചപ്പോൾ വലിയ ഉണ്ടായിരുന്നു. നോക്കട്ടെ ഇതിൻ്റെ അകത്ത് എവിടെ ഉണ്ടോ നോക്കട്ടെ. നമുക്ക് കൈയിട്ട് നോക്കാനും പറ്റില്ല. ഇത് മീൻ തന്നെയാണോ വല്ല പാമ്പുമാണോ എന്ന് അറിയാൻ മേലെ. അതുകൊണ്ടാണ് വിഷയം. തുഴ കൊണ്ട് പൊക്കി നോക്കട്ടെ. ചവർ കയറി ഉടക്കിയിരിക്കും. ഇതിൻ്റെ അകത്താണ് ഇങ്ങനെ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഇതുണ്ട്. ഇവിടം വരെ വന്നിട്ടുണ്ട്. വലിക്കൊണ്ട് ഈ ഭാഗത്ത് എവിടെ? അതെ ചൂണ്ട കിടപ്പുണ്ട്. ഇത് മീനാട്ടാ, പാമ്പല്ല. നോക്കട്ടെ എന്നാന്ന് അറിയാൻ പറ്റും. നോക്കട്ടെ. അയ്യോ ഇത് വലുതാന്ന് തോന്നുന്നുണ്ട്. നല്ല വലിക്കുന്നുണ്ട്. ചെറുമീനാന്ന് തോന്നുന്നു. ടോർച്ചെടുക്കാൻ പോകുന്ന പണ്ടത്തായിപ്പോയി. നോക്കട്ടെ. അതെ ഉണ്ടോ അടിപൊളി ചേരും. ഇതുണ്ട കൊള്ളാം. തോട്ടക്കം തന്നെ നമ്മുടെ പരീക്ഷണം വിജയിച്ചേട്ടാ. അടിപൊളി ചേരുമീനാണേ. ഇവനെ എടുത്ത് വളർത്തിലിട്ട് കേട്ടോ. ഇല്ല പൊട്ടിച്ചു പോകും. കിടക്ക് കള്ളത്തെ. നമ്മുടെ പരീക്ഷണം വിജയിച്ചിരിക്കും കേട്ടോ. അടിപൊളി ചേരുമീൻ. ഇതുണ്ടാ അങ്ങനെ വെച്ചൊരു 1.5 കിലോ ഉണ്ട് കേട്ടോ. കിടിലൻ സാധനം. ഇനി വിഷയം അറിയോ? ഇവൻ്റെ വായിൻ്റെ അകത്തായിപ്പോയി വേണ്ട കൊടുത്ത്. ഈ ചൂണ്ട നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടി വരും. കാരണം ഇല്ലെങ്കിൽ നമ്മൾ ചൂണ്ട വലിച്ചൂരിയാണ് ഇവൻ ചത്തുപോകും. നമുക്ക് കൊണ്ട് വലക്കാത്ത കൊണ്ട് ഇടണം അതിന്. എന്നിട്ട് നമുക്ക് ജീവനോടെ കിടന്നാലും രാവിലെ മാർക്കറ്റിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കിടന്നു കൊണ്ടിരുന്നാൽ നല്ല വില കിട്ടും. അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് വലക്കാത്തിട്ടെ